Hello, once again, welcome back to Edu Mantra. So, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ആറാം സെമസ്റ്ററിൽ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കതിൽ ഇനി അടുത്ത മുന്നോട്ട് പോകാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ AM FM എന്നീ ടോപ്പിക്സ് ഒക്കെയാണ്. ഓക്കെ, സോ നമുക്ക് ഈ AM FM ഒക്കെ ബേസിക്കലി റേഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടെക്നോളജീസാണ്. ഓക്കെ, ഇത് ടെക്നിക്കലായിട്ടുള്ള ഭാഗങ്ങളാണ്. AM എന്ന് പറയുമ്പം നമ്മുടെ ഈ വോയിസ്, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയാൻ നമ്മുടെ ശബ്ദം ശബ്ദമാണല്ലോ യഥാർത്ഥ റേഡിയോ മീഡിയം വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നടന്നു പോകാൻ ആയിട്ടൊരു സ്ഥലത്തേക്ക് ഇപ്പം നമ്മുടെ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നടന്നു പോകാനാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷേ ദൂരം കൂടുമ്പോൾ നമുക്ക് സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ബസ്സിൽ കയറി പോകേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു ക്യാബ് വിളിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ യാത്ര തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സുഖ സൗകര്യങ്ങളോടെ കൂടെ പോകുമ്പം നമ്മൾ കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോകും. അതായത് ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ സാധാരണ ഒരു സിറ്റി ബസ്സിൽ പോകുന്ന നമ്മൾ കുറച്ചുകൂടെ ഒരു ലോ ഫ്ലോർ അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ കുറച്ചുകൂടെ എക്കണോമിക്കലി ആവശ്യമുള്ള നീഡായിട്ടുള്ള കുറച്ചുകൂടെ എന്താ പറയുക വാഹനങ്ങളിൽ നമ്മൾ കയറി പോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ശബ്ദം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ശബ്ദം അല്ലെങ്കിൽ റേഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ ഒരു കാര്യം നമ്മളിപ്പം 10 പേരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഒച്ച, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുമ്പം ഞാൻ എടുക്കുന്ന ഒച്ച, അല്ലെങ്കിൽ വലിയൊരു ഹാളിൽ സംസാരിക്കുമ്പം ഞാൻ എടുക്കുന്ന ഒച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് നമ്മളുടെ ഹ്യൂമൻ വോയിസിന് എത്താൻ പറ്റുന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ നടന്നു പോകാൻ പറ്റാത്ത ദൂരത്തേക്ക് നമ്മളൊരു വാഹനത്തിൽ കയറി പോകുന്നത് പോലെ നമുക്ക് അത്തരത്തിലുള്ള ടെക്നോളജീസിലേക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് റേഡിയോ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഒരു സ്റ്റേജിൽ പരിപാടി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 100 പേരെ നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഒച്ചയെടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് 1000 പേരാകുമ്പോൾ നമ്മളൊരു മൈക്കിൻ്റെ സഹായം തേടും അല്ലേ. ആ 1000 പേര് കുറച്ചുകൂടെ ഡിസ്റ്റൻസിലേക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസിൻ്റെ കവർ ചെയ്യാൻ സാധിക്കുന്ന സ്പീക്കേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അതുപോലെയൊക്കെ ആണ് റേഡിയോയിലും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ AM എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് ജസ്റ്റ് പഴയ കാലത്ത് ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന റേഡിയോ ട്രാൻസ്മിഷൻ സംവിധാനമാണ്. ഇതിപ്പോഴും ഓൺഗോയിങ് ആണ്. ഓക്കെ, സോ അതൊക്കെയാണ് സംഭവം. ജസ്റ്റ് ഒരു ഫ്രീക്വൻസി സ്വിച്ചിങ് ആണ്. നമ്മൾ ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്യുന്നതോടും നമുക്ക് സ്വിച്ച് ചെയ്യുന്നതോടും നമുക്ക് പലതരം ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വോയിസ് ക്ലിയർ ആയിരിക്കണം എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, AM stands for the amplitude modulation, which is the method of encoding audio signals into carrier frequencies. Okay, AM radio station is also known as medium wave stations, and are often the first method used to transmit broadcast radio signals into the public. Okay, അപ്പം ഇതിന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, AM എന്ന് പറയുന്ന സംവിധാനം ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന സംവിധാനമാണ്. അതിപ്പോഴും ഓൺഗോയിങ് ആണ്. ആൻഡ് സ്റ്റേഷൻസ് ആർ ഓൾസോ നോൺ ആസ് ദ മീഡിയം വേവ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് AM-നെ പറ്റി നിങ്ങൾക്ക് എംഫസൈസ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി FM-നെ കുറിച്ച് നോക്കാം. ഇതൊരു ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടെക്നിക്കലി ഒന്നും നിങ്ങൾ അധികം നോക്കണ്ട, എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എക്സാമിന് വന്നാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ FM frequency modulation, FM broadcasting is the method of radio broadcasting using frequency modulation technology, invented in the 1933. ഓക്കെ, 1933 അമേരിക്കൻ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിട്ടുള്ള എഡ്വിൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സംവിധാനം കണ്ടെത്തുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് വേൾഡ് വൈഡ് ടു പ്രൊവൈഡ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഓവർ ബ്രോഡ്കാസ്റ്റ് റേഡിയോ. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് റേഡിയോയിൽ അല്ലെങ്കിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ശബ്ദത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. ഓക്കെ, FM ബ്രോഡ്കാസ്റ്റിംഗ് ഈസ് കേപ്പബിൾ ഓഫ് ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ദാൻ AM. AM-നേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള ബെറ്റർ ക്വാളിറ്റി
പ്രൊവൈഡ് ചെയ്യാനായിട്ട്, സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് FM-ന് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള റേഡിയോ പ്രോഗ്രാംസ്, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് FM റേഡിയോ സംവിധാനമാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് വായിച്ച് നോക്കുക. നിങ്ങളുടെ മാക്സിമം പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം നീട്ടി പറയാത്തത്. ഓക്കെ, ആൻഡ് എ ബാൻഡ് ഈസ് എ സ്മോൾ സെക്ഷൻ ഓഫ് സ്പെക്ട്രം ഓഫ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ പറയുന്ന ബാൻഡ് എന്ന് പറയുന്ന ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രത്തിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസീസ് in which the channels are usually used all the set of aside for a same purpose. In telecommunication, a band is sometime called as a frequency band. It is a specified range of frequencies that is the radio frequency spectrum. Okay, that in the radio frequency spectrum. Okay, a frequency band is a range of frequencies in the electromagnetic spectrum that are assigned to specific application. ഓക്കെ, അപ്പോൾ എന്താണ് ബാൻഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊരു റേഡിയോ സ്പെക്ട്രത്തിൻ്റെ ഒരു സെക്ഷനാണ്. അതിൽ ഡിഫറെൻറ്റ് ചാനൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ, ഈ ഒരു റേഡിയോ ബാൻഡിൽ ഡിഫറെൻറ്റ് ചാനൽസ് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഈ റേഡിയോ ബാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം കാണാനായിട്ട്, നിങ്ങൾക്ക് പഴയ റേഡിയോസൊക്കെ വീട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, റേഡിയോ ബാൻഡ്. ഓക്കെ, സോ റേഡിയോ ജോക്കി വളരെ എന്താ പറയുക ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് നമ്മളെയൊക്കെ ഇടയിൽ റേഡിയോ ജോക്കി എന്ന് പറയുന്നത്. ഓക്കെ, ജാക്കി അല്ല, ജോക്കി. ഓക്കെ, റേഡിയോ ജോക്കി എന്ന് പറയുന്നത്, റേഡിയോ ജോക്കി RJ is someone who host a radio program, podcast or music show. അതായത് നമ്മൾ ഇപ്പം റേഡിയോ മാത്രമല്ല, നമ്മൾ ടെലിവിഷനിലാകുമ്പോൾ വീഡിയോ ജോക്കി അല്ലേ, നമ്മളൊരു പ്രോഗ്രാം ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അതിൽ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്, അത് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു റേഡിയോ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ റേഡിയോ ജോക്കി എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അവർ മ്യൂസിക് പ്ലേ ചെയ്യാറുണ്ട്, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, ഫോൺ പ്രോഗ്രാംസിലൊക്കെ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർ ഓഡിയൻസിനെ എൻഗേജ് ആക്കി നിർത്തുന്ന ആളുകളാണ്. അവർ ചില തഗ്ഗൊക്കെ അടിച്ചിട്ട് എന്താ പറയുക ആളുകളെ ഒന്ന് എൻഗേജ്ഡ് ആക്കി നിർത്തും. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന റേഡിയോ ജോക്കീസ്. എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് ചോദിക്കാൻ കൂടുതലും ചാൻസ് ഉള്ളതാണ്. അത് ഈ ഫസ്റ്റ് സെക്ഷനിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് റേഡിയോ ജോക്കി ആരാണ്, എന്താണ്, വാട്ട് യു മീൻ ബൈ റേഡിയോ ജോക്കി, അല്ലെങ്കിൽ ഹൂ ഇസ് എ റേഡിയോ ജോക്കി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, they also share stories and can act as an entertainer, influencer and a companion. Okay, അതായത് ഇവർക്ക് നമുക്കൊരു കമ്പാനിയനായിട്ടോ, നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇപ്പം ഇത്തരം റേഡിയോ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ പലപ്പോഴും രാവിലെ, അതായത് ഈ റെഡ് FM-ലൊക്കെ, കോഴിക്കോട് റെഡ് FM-ലൊക്കെ രാവിലെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസ്, മോർണിംഗ് ഷോസൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയും. അവർ ഏകദേശം അന്നത്തെ വെതർ, ഇപ്പം ഒരു സമ്മർ കാലഘട്ടമാണെങ്കിൽ അവർ എന്താ പറയുക, ഇന്ന് ചൂട് കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് അവർ ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ അവർ കുറേ തമാശകൾ പറയും. അവർ രാവിലെ നമുക്ക് പലപ്പോഴും, ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ രാവിലെ ഈ റേഡിയോ ഓണാക്കി വയ്ക്കും. പലപ്പോഴും ഇവരുടെ ഈ മാരകമായിട്ടുള്ള തഗ് കേട്ടിട്ടായിരിക്കും നമ്മളൊക്കെ ഉണരുക തന്നെ ചെയ്യുക. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്, അവരൊരു കമ്പാനിയൻ പോലെയാണ് അവരുടെ സംസാരം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് റേഡിയോ ജോക്കി. ഓക്കെ, RJs can be specialized in different areas such as talk, sports or music. Radio personality in അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇവരെ പറ്റി പറയാറുള്ളത് റേഡിയോ പേഴ്സണാലിറ്റി എന്നും, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അവർ റേഡിയോ പ്രസൻറ്റർ എന്നും പറയാറുണ്ട്. ഓക്കെ, ആൻഡ് എന്താണ് ഇവരെ നമ്മൾ ജനറലി നമ്മൾ റേഡിയോ ജോക്കി എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ആളുകൾക്ക് ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം ഇവർക്കുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ആങ്കർ എന്ന് പറയുന്ന ആൾ, ആ ഒരു പ്രോഗ്രാമിൻ്റെ യഥാർത്ഥത്തിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫേസാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റേഡിയോ ജോക്കി എന്ന് പറയുന്നത് റേഡിയോ പ്രോഗ്രാംസിൻ്റെ ഫേസാണ്. അവരിലൂടെയാണ് ആളുകൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. ആളുകൾ ആ പ്രോഗ്രാമിലേക്ക് പലപ്പോഴും നമുക്കറിയാം, പല ആളുകളും പല റേഡിയോ ജോക്കീസും സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അവരൊരു വീട്ടിലെ മെമ്പറെ പോലെയാണല്ലേ. അവർ സംസാരിക്കുന്ന ആ ഒരു ശൈലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു നമ്മളെ വീട്ടിലൊരു കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. അപ്പം
അവർക്ക് ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. കാരണം അവരിലൂടെയാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇനി അവർക്ക് കുറച്ച് ക്വാളിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഒരു റേഡിയോ ജോക്കി ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസും സ്കില്ലുകളും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ സ്കില്ലുകളെ പറ്റി പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് എ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ. RJ നീഡ് എ സ്ട്രോങ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ ഓഡിയൻസ്. അതായത് അവരുടെ പ്രോഗ്രാമിൽ അവരുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. അതായത് വളവള എന്ന് പറഞ്ഞ് സംസാരിക്കാനുള്ളൊരു കഴിവ് ഈ പറയുന്ന RJസിന് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RJസിന് നാക്കിനെല്ലില്ല എന്നുള്ളത് ക്ലിയറായിട്ട് അവരിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് ആളുകളോട് സംസാരിക്കാനുള്ള സ്കില്ല്, വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സ്കില്ല്, അത് വളരെയധികം അത്യാവശ്യമുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന RJ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മുടെ മുന്നിൽ ആരുമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ആരുമില്ല, എന്നാലും ഞാനൊരു 10-20 പേര് ഇവിടെ ഇരിക്കുന്നത് പോലെയാണ് എൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ആളുകളെ സങ്കല്പിച്ചുകൊണ്ടാണ് പലപ്പോഴും RJസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്കില്ലില്ലാത്ത ആളുകൾക്കത് അത്ര ഈസി ആയിട്ട് സാധിക്കില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ, സോ RJs എന്ന് പറയുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അഗെയിൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്ന കാര്യം തന്നെ, ഞാൻ ജസ്റ്റ് ഒന്നും അധികം പറയുന്നില്ല, സമയം കളയുന്നില്ല. ഓക്കെ, RJs need to be very creative and എന്താ പറയുക, to engage listeners, handle unexpected situations and make their show very lively and entertaining. അതായത് അവരുടെ ഷോ ലൈവ്ലി ആക്കാനും അതുപോലെ തന്നെ അവരുടെ ഒരു ഷോ എൻ്റർടൈനിങ് ആക്കാനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാനൊക്കെ ഇവർക്ക് ഒരു കഴിവുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വോയിസ് മോഡുലേഷൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. കാരണം നമ്മൾ റേഡിയോ എന്ന് പറയുന്ന ഒരു ഓഡിയോ മീഡിയമാണ്. ഓക്കെ, സോ അതിലൂടെ നമ്മൾ ശബ്ദത്തിനെയാണ് നമ്മൾ കൂടുതലായിട്ട്, ശബ്ദം കൊണ്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് നമ്മുടെ അറ്റൻഷൻ പോകുന്നത്. അപ്പം വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ ശബ്ദ നാടകങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ല അഭിനയിക്കാനുള്ള കഴിവിനേക്കാൾ കൂടുതൽ വോയിസ് മോഡുലേഷൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഈ നാടകം എന്ന് പറയുമ്പോൾ പൊതുവേ അഭിനയം മാത്രമല്ല, ബട്ട് വോയിസ് മോഡുലേഷനും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ റേഡിയോ ജോക്കീസിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് വോയിസ് മോഡുലേഷൻ. മ്യൂസിക് നോളജ്, പാട്ടിനെക്കുറിച്ചുള്ള നോളജ് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് പ്രോഗ്രാംസ്, കാരണം നമുക്ക് ഏതൊരു റേഡിയോ പ്രോഗ്രാമിലും അധികവും പ്രത്യേകിച്ച് പ്രൈവറ്റ് റേഡിയോ പ്രോഗ്രാംസിലൊക്കെ ഉണ്ടാവാറുള്ളത്, ആളുകൾ വിളിക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് മോർണിംഗ് ഷോസിലൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കും. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറയൂ, അത് വെച്ച് തരാമെന്ന് പറയും. അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്സ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ അവർക്ക് പാട്ടുകളെക്കുറിച്ചുള്ള അറിവ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവർ ബബ്ബടിച്ചു പോകും. ഓക്കെ, സോ മ്യൂസിക്കൽ നോളജ്. പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന പഴയ കാലങ്ങളിലെ ഈ ഇഷ്ടഗീതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാംസ്, പഴയ പാട്ടുകളെക്കുറിച്ചൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ പഴയ പാട്ടുകളെക്കുറിച്ചായിരിക്കും ചോദിക്കുക. അപ്പം പാട്ടിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ പെട്ടുപോകും. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ബേസിക് നോളജ് ഇല്ലെങ്കിൽ അവിടെ പെടും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഈ പറയുന്ന RJസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ ടെക്നിക്കൽ സ്കിൽ, അവർക്ക് ഈ റേഡിയോ പ്രൊഡക്ഷൻ ടെക്നോളജിയെക്കുറിച്ചൊക്കെയുള്ള അറിവ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അവിടെയും അത് അവർക്കൊരു പാരയായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ക്വാളിറ്റീസ് നീഡഡ് ഫോർ RJs, അതായത് RJകൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസാണ്. ഓക്കെ, ഹാവിങ് ആൻ ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി ആൻഡ് കോൺഫിഡൻറ്റ്, ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഉള്ള അറിവും ഒരു ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റിയും അവർക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് പെട്ടെന്ന് എല്ലാവരുമായിട്ടും കമ്പനി ആവാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റി ആയിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് പ്രൊഡക്ഷൻ ടെക്നോളജിയെക്കുറിച്ചുള്ളൊരു നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്, ക്വാളിറ്റീസിൽ പെടുന്നതാണ്. ഓക്കെ, ഹാവ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് എബിലിറ്റി ടു റിമെയിൻ കാം. ഓക്കെ, അവർക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ, നമ്മളൊരു ഇത്തരത്തിലുള്ള പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
അത് കുറച്ചുകൂടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വിജയകരമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആളുകളെ എൻഗേജിങ് ആക്കണം. അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ്, കുറച്ച് കോമഡിയൊക്കെ അടിച്ച്, കുറച്ച് വളിപ്പൊക്കെ അടിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ആളുകൾ കേൾക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ നമ്മളുമായിട്ട് സ്റ്റിക്ക് ഓൺ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ടൈമിംഗ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ ബി ഗുഡ് ഇൻ യൂസിങ് ലാംഗ്വേജ്, അതായത് ഭാഷ, നമ്മൾ ഏത് ഭാഷയിലാണോ പ്രോഗ്രാം ചെയ്യുന്നത് ആ ഭാഷയിൽ നമുക്ക് അത്യാവശ്യം അറിവുണ്ടായിരിക്കണം, ഗ്രാസ്പ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏബിൾ ടു റീഡ് ഐറ്റംസ് സ്ട്രൈക്ക് ക്ലിയർലി ആൻഡ് അപ്രോപ്രിയേറ്റ്ലി, അതായത് കാര്യങ്ങൾ പെട്ടെന്ന് വായിക്കാനും വായിച്ചെടുക്കാനും സ്ക്രിപ്റ്റ് വായിച്ച് പെട്ടെന്ന് പറയാനുള്ളൊരു ശേഷി ഉണ്ടായിരിക്കണം. ഒക്കെ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഭാഗമാണ്. അതായത് റീഡിങ് ആയാലും സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും ഒക്കെ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയും ക്വാളിറ്റീസ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള റേഡിയോ പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, റേഡിയോ കേൾക്കാത്താലും ഇല്ലല്ലോ അല്ലേ, ക്ലാസ് കേൾക്കുന്നാലും. യെസ്, ഇനി നമുക്ക് റേഡിയോ സ്ക്രിപ്റ്റുകളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അതായത് റേഡിയോ സ്ക്രിപ്റ്റ് ഈസ് ദ റിട്ടൺ ടെക്സ്റ്റ് ഓഫ് റേഡിയോ പ്രോഗ്രാം. ഇറ്റ്സ് റീഡ് അലൗഡ് and takes into account broadcast rules like time limits, അതുപോലെ തന്നെ commercial breaks and audience engagement. അതായത് റേഡിയോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് റേഡിയോ പ്രോഗ്രാമിൻ്റെ മുൻപ് അതെങ്ങനെ വേണം എന്നുള്ള സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ റേഡിയോ പ്രോഗ്രാമിനെ കുറിച്ചുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിനകത്തൊരു നല്ല സ്ക്രിപ്റ്റിൽ, ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്ക്രിപ്റ്റിൽ അതിലെ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് ഒക്കെ കൃത്യമായിട്ടുണ്ടാകും. അതായത് ടൈം ലിമിറ്റുകളെ കുറിച്ചുണ്ടാവും. അപ്പോൾ ഇന്ന സമയത്തിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നുള്ളത് കൃത്യമായിട്ട് അതിലുണ്ടാവും. കൊമേഴ്ഷ്യൽ ബ്രേക്സ്, ഇപ്പോൾ ഇത്ര സമയം കൂടുമ്പം ഇടവേളകൾ, പരസ്യങ്ങൾക്കായിട്ടുള്ള ഇടവേളകൾ ചെയ്യാനുള്ളത് ഒക്കെ അതിലുണ്ടാകും. അതുപോലെ തന്നെ ഓഡിയൻസിനെ എൻഗേജ്മെൻ്റ് ആക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു പ്രോഗ്രാം അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുണ്ടാവുക. ഓക്കെ, എ വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ് ഡെലിവേഴ്സ് a professional and high quality content that audience value ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ആണ് ഒരു നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഡെലിവർ ചെയ്യുക പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് കീപ് യുവർ ലിസണേഴ്സ് ഇൻട്രസ്റ്റഡ് ആൻഡ് എൻഷുർ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് യുവർ ഷോ. അതായത് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിൽ, നമ്മളെ ആളുകൾ, നമ്മൾ കാണുന്ന ലിസ്ണേഴ്സിൻ്റെ അല്ലെങ്കിൽ കേൾക്കുന്ന ലിസ്ണേഴ്സിൻ്റെ, ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളുടെ പ്രോഗ്രാമിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും അതിലൂടെ തന്നെ ഒരു സ്മൂത്ത് ഫ്ലോ, നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒരു സ്മൂത്ത് ഫ്ലോ എൻഷുർ ചെയ്യാനായിട്ട് ഈ ഇത്തരം ഒരു വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേഡിയോ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് റേഡിയോ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്സ് കുറച്ച് നോക്കാനുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നോ യുവർ ഓഡിയൻസിനെ അറിയുക എന്നുള്ളത്. കൺസിഡർ ദെയർ ഏജ്, ഇൻട്രസ്റ്റ്, ഡിസ്ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് ഗോൾഡ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, അതായത് ഞാൻ അതിലൊരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞപ്പോൾ. അതായത് ഇഷ്ടഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട്, ഇഷ്ടഗീതങ്ങളാണെന്ന് തോന്നുന്നു, പഴയ കാലഘട്ടത്തിലെ പാട്ടുകളെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയൻസിനെ നമ്മൾ ഓർക്കുമ്പം നമ്മൾ 80s-ലും 90s-ലും ഒക്കെയുള്ള പാട്ടുകളെ എയിം ചെയ്തിട്ട് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓഡിയൻസിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ കിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കാലത്തിലെ ടീനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കി, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു വോയിസ് മോഡുലേഷൻ, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ, അതായത് ഓഡിയൻസിൻ്റെ ഏജും അല്ലെങ്കിൽ അവരുടെ ഭാഷ നമ്മൾ എന്തായാലും നോക്കുമല്ലോ. നമ്മൾ മലയാളത്തിലൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മലയാളികളാണ് കാണാനുള്ളത് നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പം മലയാളികളുടെ നമ്മളും ഇപ്പം ഈ RJSും അല്ലെങ്കിൽ റേഡിയോ ചെയ്യുന്ന ആളുകളും ഒക്കെ അധികം മലയാളീസ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് അവർക്ക് കുഴപ്പമുണ്ടാകും. അപ്പോൾ നമ്മളുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഈ ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ, കൾച്ചറൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഇഷ്ടങ്ങൾ, ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, ആളുകളെ എൻഗേജിങ് ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ് കോൺവെർസേഷനലി നമ്മൾ പണ്ടേ പറയുന്നതാണ്, നമ്മൾ ആദ്യമേ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കോൺവെർസേഷൻ, അതായത് ന്യൂസ് എഴുതുന്ന സമയത്തും അത്തരത്തിലുള്ള TV പ്രോഗ്രാംസൊക്കെ എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത്
കോൺവെർസേഷൻ സ്റ്റൈൽ നമ്മൾ ഈ ഈ പേപ്പറിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. കോൺവെർസേഷണൽ സ്റ്റൈൽ നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ ആയിരിക്കണം ഇത് എഴുതുന്നത്. ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഡേ ടു ഡേ കോൺവെർസേഷൻ സ്റ്റൈലായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഒരിക്കലും നമ്മളൊരു ഡിഗ്രി തീസിസ് സമർപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു എസ്സേ പേപ്പർ കൊടുക്കുന്നത് പോലെ നമ്മൾ വലിയ ഒരു ഭാഷ അല്ലെങ്കിൽ പണ്ഡിതനാണ്, നമ്മളൊരു വലിയ പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സിമ്പിളായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ യൂസ് ട്രാൻസിഷൻ ബിറ്റ്വീൻ സെഗ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കീപ്പ് ഇറ്റ് കൺസൈസ്, ചെറുതാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. അത് വലിയ വാരി വലിച്ച് എഴുതാതെ ഒരു സ്റ്റിക്ക് ഓൺ ദ ടോപ്പിക്കുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കൺസൈസ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക എന്നുള്ളത്. അതായത് ആളുകളെ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ആളുകൾക്കൊരു മടുപ്പ് ഇല്ലാത്ത രീതിയിലേക്ക് വരും. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് റേഡിയോ ജോക്കി എന്ന് പറയുന്ന ആൾ, അതായത് ആൾക്ക് ഒരുപാട് ഒരു വലിയ വാസ്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാവാത്ത ഭാഷയിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കൺട്രോൾ പോകും. അതായത് ആൾക്കത് ക്യാച്ച് ചെയ്യാൻ സാധിക്കാതെ വരികയും പ്രോഗ്രാമിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സ്ക്രിപ്റ്റിങ്ങിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഓക്കെ, ഹാവ് എ ക്യാപ്റ്റിവേറ്റിംഗ് ഇൻട്രൊഡക്ഷൻ, സ്റ്റാർട്ട് വിത്ത് ദ ലീഡ്. ഓക്കെ, ലീഡ് എന്ന് പറയുമ്പം അഗെയിൻ നമ്മൾ പ്രിൻറ്റ് മീഡിയയിൽ പോകണം. ഓക്കെ, പ്രിൻറ്റ് മീഡിയയിൽ നമ്മൾ കുറച്ച് ലീഡുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. 5 Ws and 1 H അല്ലേ. ഹൂ ലീഡ്, വാട്ട് ലീഡ്, വെൻ ലീഡ്, വേർ ലീഡ്, ഹൗ ലീഡ്, അങ്ങനെ കുറച്ച് ലീഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതൊക്കെ വെച്ചിട്ട് അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമ്മളിത് എന്താ പറയുക റേഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൺക്ലൂഡ് എഫക്റ്റീവ്ലി, അതുപോലെ തന്നെ പ്രാക്ടീസ് റീഡിങ് അലൗഡ്. പിന്നെ അടുത്തതൊരു ടോപ്പിക് വരുന്നത് ബി വിഷ്വൽ. അതായത് ആളുകൾ നമ്മളെ കേൾക്കുന്നേ ഉള്ളൂ, അപ്പോൾ അവർക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളുടെ കണ്ടൻറ്റ് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ബി തോട്ട്ഫുൾ, അതുപോലെ തന്നെ റൈറ്റ് എ സ്റ്റോറി കൺക്ലൂഷൻ, അതുപോലെ തന്നെ സം അപ്പ് ദ കീ പോയിൻറ്റ്സ് എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം സ്ക്രിപ്റ്റ് ഇതൊക്കെ കൂടി ചേരുന്ന സ്ക്രിപ്റ്റ് വായിക്കുമ്പം അത് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഒരു കറക്റ്റ് ഒരു എഫിഷ്യൻസി, ആളുകളിലേക്ക് എത്താനുള്ളൊരു എഫിഷ്യൻസി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചാർട്ടിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗൈഡ് ടു റൈറ്റ് റേഡിയോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കീപ്പ് ഇറ്റ് കൺസൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഒരു നോ യുവർ ഓഡിയൻസ്, സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ റൈറ്റ് ഫോർ ദ ഇയർ നോട്ട് ദ ഐ, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് അല്ലേ. നമ്മൾ ചെവിക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, ഒരിക്കലും നമ്മൾ എന്താണ് കണ്ണിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, എന്നുള്ള രീതിയിൽ, അതായത് ആളുകൾ കേൾക്കാനാണ്. ബേസിക്കലി ഇപ്പം റേഡിയോ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കാൻ തന്നെയാണ്. കാരണം അത് റേഡിയോ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ വായിച്ചിട്ടാണല്ലോ അത് ചെയ്യുക. പക്ഷേ ആ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ രീതിയിൽ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ക്രിയേറ്റ് മെമ്മറബിൾ ക്യാരക്ടേഴ്സ്, ഹൂക്ക് യുവർ ഓഡിയൻസ് ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് ബി വിഷ്വൽ വിത്ത് യുവർ വേർഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഗൈഡ് ലൈൻ ഫോർ റൈറ്റിംഗ് എന്താ പറയുക റേഡിയോ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഇനി അടുത്ത മൊഡ്യൂളാണ് നമുക്ക് നോക്കാനുള്ളത്. അത് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിട്ടുള്ള നോട്ട് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പോയിൻറ്റ്സ് മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.